വണ്ടി നിർത്തില്ല. ഇതപ്പോൾ ഞങ്ങൾ നടക്കണത് ആ പഴയ ഡിസ്യൂസ്ഡ് റെയിൽവേ ലൈൻ ഉണ്ടായിരുന്ന ആ വഴി കൂടെയാണ്. നല്ല പോപ്പുലർ ആണെന്ന് മനസ്സിലാവുന്നുണ്ട്, കാരണം ആൾക്കാർ ധാരാളം വരുന്നുണ്ട് ഇവിടേക്ക്. ഇവിടെ ഒരു മയിൽക്കുറ്റിയിൽ 14 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ട്വിൻ ബ്രിഡ്ജസ്. അങ്ങനെ നമ്മൾ അമ്യൂണേഷൻ സെൻറ്ററിൻ്റെ ഭാഗത്തെത്തി. ഇവിടെ കുറേ റൂയിൻസ് ഉണ്ട്. പഴയ കാട്രിഡ്ജ് ഒക്കെ ഫിൽ ചെയ്യണ ഷെൽട്ടേഴ്സ് ആയിരുന്നു തോന്നുന്നു കണ്ടാലും ഒരു വർക്ക്ഷോപ്പ് പോലെയൊക്കെ ഉണ്ട്. 13 കോടി 20 പൗണ്ട് ബോംബ്സും ഷെൽസും മോട്ടേഴ്സും ഇവിടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞത് 2 കൊല്ലത്തിൽ. ഫില്ല് ചെയ്യാം അമ്യൂണേഷൻ ഫില്ല് ചെയ്യുക. മെയിനായിട്ട് സ്ത്രീകളും കുട്ടികളും ആയിരുന്നു ആ പണിക്ക്. ഇതൊരു കംപ്ലീറ്റ് ഫാക്ടറി സെറ്റപ്പ് ആയിരുന്നു. ഇതാ അവിടെ നോക്കൂ, സ്പൂക്കി ആയിട്ടുള്ള ഒരു സ്ഥലം. ഒന്ന് കയറി നോക്കാം. അതിലും ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കണേ. എന്താണ് സ്ഥിതി എന്ന് അറിഞ്ഞൂടാ. പഴയ ഷെഡാണ് തോന്നുന്നു കണ്ടിട്ട്. പേടിയാവട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയാ. എന്തൊക്കെയോ കത്തിച്ച പോലെയൊക്കെ ഉണ്ട് ഇവിടെ. ബോംബും ഷെല്ലും ഒക്കെ ഉണ്ടാക്കിയിരുന്ന സ്ഥലം. ഇപ്പോൾ ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് വെച്ചാൽ ഇപ്പോൾ കണ്ടില്ലേ, ഫുൾ വേസ്റ്റും അതും ഇതൊക്കെ ഇട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സൈക്കിളോ എന്തൊക്കെയോ കത്തിച്ചിട്ടിട്ടുണ്ട്. അട്ടർ നെഗ്ലിജൻസ് ആണ്, കണ്ടറിയാം. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്രയും തകർന്നൊരു സ്ഥലം ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാതെ, ഇവിടെ കാടിൻ്റെ ഉള്ളിലായ കാരണം ആർക്കും അറിയണ്ടായിരുന്നില്ല അവിടെ ഒരു ബോംബ് അല്ലെങ്കിൽ ഇങ്ങനെ അമ്യൂണേഷൻ സെൻറ്റർ ഉണ്ട് എന്നുള്ളത്. അത് കാരണം ആക്രമണമൊന്നും ഉണ്ടായില്ല. ഇവിടെ ഉള്ളവർ പേടിച്ചിരുന്നു, ബോംബ് ഇടുമോ എന്നൊക്കെ വിചാരിച്ചു. വെച്ചാൽ ഒന്നും ഉണ്ടായില്ല. അധികം രഹസ്യമായിട്ട് തന്നെ ഇവിടെ കാര്യങ്ങൾ നടന്നു. എന്തായാലും പുറത്തേക്ക് പോവാ വേഗം. ഒരു സുഖം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കാം. ശ്രദ്ധിച്ചു വരൂ കേട്ടോ. അപ്പം ഇങ്ങനെ ഈ ഒരു ഷെഡ് മാത്രമല്ല, ഈ എൻറ്റയർ ഏരിയയിൽ കുറേ ഷെഡ്സും അതേമാതിരി എയർ റൈഡ് ഷെൽട്ടേഴ്സ് ഉണ്ടായിരുന്നു. അഥവാ ബോംബിംഗ് ഒക്കെ ഉണ്ടായെങ്കിൽ പോയി ഒളിച്ചിരിക്കാൻ. അതേമാതിരി അമ്യൂണേഷൻ സ്റ്റോറേജ് കാട്രിഡ്ജസ് ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം, ഓഫീസസ്, അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു ഈ എൻറ്റയർ ഏരിയയിൽ. അതൊന്നും ആരിനെയും കണ്ണിൽപ്പെടാതെ 2 കൊല്ലം ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ രസം അല്ലെങ്കിൽ സവിശേഷത. അവിടെ കണ്ട പോലെ ഒരു സാധനം ശ്രദ്ധിച്ചോളൂ കേട്ടോ, വല്ല ബോംബൊക്കെ ഉണ്ടാവും. ഇവിടെയൊക്കെ എനിക്ക് കൊണ്ട് ഈ ഹോംലെസ് ആൾക്കാർ വന്ന് താമസിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ എന്ത് തോന്നുന്നു World War II അമ്യൂണേഷൻ സെൻറ്റർ കണ്ടിട്ട്? എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആക്ച്വലി ഈ World War II സംബന്ധിച്ച ചില സൈറ്റ്സ് കാണണം എന്ന്. അത് UK ഇങ്ങനെ ഒരു സൈറ്റ് ഉണ്ടെന്ന് ഇത്രയും അടുത്തുണ്ടെന്ന് ഞാൻ ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കുറച്ചുകൂടി അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കായിരുന്നു, ഒരു മ്യൂസിയം പോലെയോ ഒക്കെ ആയിട്ട്. ഇതിപ്പോൾ നമ്മൾ കുറേ റിസർച്ച് ചെയ്തിട്ട് പിന്നെ ആൾക്കാരൊക്കെ ചോദിച്ചിട്ടാണ് മനസ്സിലായത്. എന്തായാലും ഒരു 80 കൊല്ലം മുമ്പ് ഈ സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ മെഷീൻസോ അല്ലെങ്കിൽ എന്തെല്ലാം അവരുണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ജർമ്മൻസ്
ഇവിടെ ബ്ലിറ്റ്സ് നടത്തുന്ന സമയമാണ്. എന്താവും ഇവിടെയൊക്കെ ആ കാലത്തെ അത് വിചാരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഷഡർ ചെയ്യുന്നു ഞാൻ. എങ്കിലും ജസ്റ്റ് ടു ബി ഹിയർ ഇസ് റിയലി എക്സൈറ്റിങ്. അത് ഒരു നേച്ചർ ഒരു ഇതിൻ്റെ കത്ത് അൺഇമാജിനേബിൾ. എനിവേ നമുക്ക് ഇനിയും കാണാണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ഒരുവിധ എല്ലാ ബിൽഡിങ്സും പൊട്ടിപ്പൊളിഞ്ഞ് ശോചനീയമായ അവസ്ഥയിലാണ്. ഇടയിൽ കൂടെ മരങ്ങളും വള്ളികളും പൂപ്പലും പായലും ഒക്കെ ആയിട്ട് ഒരു പ്രേതനഗരി ഫീൽ തന്നെയാണ്. ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ റൂയിൻസ് അയച്ചാലും വേറെ കുറേ വെയർ ഹൗസസും അതും ഇതൊക്കെ അവർ മോഡിഫൈ ചെയ്ത വീടും ഓഫീസും ടീ റൂംസും ഒക്കെ ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1943 ഈ പദ്ധതിയൊക്കെ ഉപേക്ഷിച്ച് ഇതായി എന്ന് പറഞ്ഞുവല്ലോ. പിന്നെ കോൾഡ് വാറിൻ്റെ സമയത്ത് വീണ്ടും അവരിതൊന്ന് റിവൈവ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുകയുണ്ടായിത്രേ. പിന്നെ എന്തായാലും ആ പ്രോജക്റ്റ് ഒന്നും ഉണ്ടായില്ല. അത് കാരണം ഇത് ഇങ്ങനെ റൂയിൻസായി തന്നെ തുടരുന്നു. സാൽവേജ് ചെയ്യാൻ പറ്റണ ചിലതൊക്കെ സാൽവേജ് ചെയ്ത് അവർ യൂസ്ഫുള്ളായിട്ട് ചെയ്യണുണ്ട് പല കാര്യങ്ങളും. പിന്നെ അവിടെ കുറേ അതിൻ്റെ ഒരു ശേഷിപ്പ് എന്നുള്ള പോലെ നമുക്ക് കാണാം. എന്താ ബാത്റൂമോ? എയർ റൈഡ് ഷെൽട്ടർ മാത്രം കണ്ടില്ല. ഞങ്ങൾ കുറച്ചൊക്കെ തിരഞ്ഞു, പക്ഷെ മനസ്സിലായില്ല എവിടെ എന്താ സംഭവം. പ്രോബ്ലി പിന്നീട് എപ്പോഴെങ്കിലും വരുമ്പോൾ ഒന്നുകൂടി തിരഞ്ഞു നോക്കാം. എന്താ ചെയ്യണേ? വല്ലതും ഉണ്ടോ നോക്കിയതാ. എന്തോ പടി പോലെ അല്ലേ? ഓ ഓ ദേ എയർ റൈഡ് ഷെൽട്ടർ. ലൈറ്റ് മൊബൈൽ ഓൺ ചെയ്തോളൂ കേട്ടോ. ലൈറ്റേ ശ്രദ്ധിച്ചോളൂ എന്തൊക്കെയാ അതിൻ്റെ അകത്ത് ഉണ്ടാവുക എന്നൊരു തന്നെയാണ്. അതേ മുകളിൽ കണ്ടോ പുറത്ത് എന്തായാലും അതിലൊന്നും കാണില്ല. അല്ല പലതും ഉണ്ടാവേ. കണ്ടോ ആ മുകളിലൊക്കെ കണ്ടോ കവർ ചെയ്ത് കണ്ടറിയാത്ത രീതിയിൽ. ഇതിനകത്ത് മുഴുവൻ മരവും അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഹെലിയുടെ എല്ലാ കാഴ്ചകൾ? എല്ലാം ഒന്നും കണ്ടിട്ടില്ല. ഇനിയും കുറേ സാധനങ്ങൾ ആക്ച്വലി ഇവിടെ കാണാനുണ്ട്. പ്രോബ്ലി വേറൊരു അവസരത്തിൽ കാണാൻ വരാം. ഇതുവരെ കണ്ട കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ഇത് ആക്ച്വലി 1970s ഹിന്ദി ഈ മൻമോഹൻ ദേശായി പ്രകാശ് മെഹ്റയുടെ ഉണ്ടാവുമല്ലോ पॉट बॉयलर मसाला सो ब्लॉकबस्टर. इसमें ड्रामा है, सस्पेंस है, कॉमेडी है, ഹീറോ ഹേ, വില്ലൻ ഹേ, സബ് കുച്ച് ഹേ. അതുപോലെയാണ് ഈ ഹിലി ഡെൽ. ഇറ്റ്സ് എ ജെം, ഇറ്റ്സ് എ റിയൽ ജെം. ഇത്രയും അടുത്തൊരു സ്ഥലത്ത്, അതും മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇത്ര അടുത്തുള്ള ഒരു സ്ഥലം. നേച്ചറുണ്ട്, ഇൻഡസ്ട്രിയൽ ആർക്കിയോളജി ഉണ്ട്,
ട്രെക്സ് ട്രെയിൽസ് ഓഫ് കോഴ്സ് ആയിട്ടുണ്ട്, മിത്സ് ലെജൻസ് ആയിട്ടുണ്ട്, വയഡക്റ്റ് ഉണ്ട്, സീനറി ഉണ്ട്, ബേർഡ് വാച്ചിങ് ചെയ്യാം, വേൾഡ് വാറിന്റെ കാര്യങ്ങളുണ്ട്, വേൾഡ് വാറിന്റെ കാര്യങ്ങളുണ്ട്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞ ഒരു മസാലയാണ് അത്. അടിപൊളി സ്ഥലം. അതെ. അപ്പോൾ നിങ്ങൾക്കും ഈ കാഴ്ചകളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ? ഇഷ്ടമായിച്ചാൽ വീഡിയോക്കിന് ഒരു ലൈക്ക് വരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ബൈ. ബൈ.